അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് നമുക്ക് സർപ്രൈസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് ട്രീസ് നമുക്ക് കുറേ 10 മണികളുടെ കളക്ഷൻ നമുക്ക് അയച്ചു തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ട്രീസ് നമുക്കിത് അയച്ചു തന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ 2-3 മാസമായിട്ട് നമുക്ക് പലരും നമുക്ക് ഓരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ അയച്ചു തരാറുണ്ട്. അതും കൂടെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ട്രീസ് അയച്ചു തന്ന ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ട്രീസ് അയച്ചു തന്നിരിക്കുന്നത്. ഒരു ചെടിക്ക് പോലും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് ട്രീസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ 70 ടൈപ്പ് 10 മണിയാണ് ഇതിനകത്തുള്ളത്. ദൈവമേ, ഇനി ഇതെല്ലാം കൂടെ ഞാൻ നടണമെന്നുണ്ടെങ്കിൽ 1 ഏക്കർ വസ്തു ഇനി വാങ്ങിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇത് വേറെ ഒരു ചെടിയാണിത്. ഇത് ഹാങ് ചെയ്തിടുന്ന ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത്. ട്രീസയ്ക്ക് 10 മണിയുടെ ഒരു നഴ്സറി തന്നെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ കുറേ 10 മണികളൊക്കെ ട്രീസ് പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പം ട്രീസയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇത് കൊടുക്കുന്നത് മിനിച്ചേച്ചിക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ട്രീസ എനിക്കിത് അയച്ചു തരുന്നത്. അപ്പം ഇതിനകത്ത് ഒരു 70-75ഓളം വെറൈറ്റിയാണ് ട്രീസ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, ഒരു ബോക്സ് നിറച്ചാണിത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി നട്ടുപിടിപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ പേരുകളും എല്ലാം എനിക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട്. കുറേ പേരുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. ജംബോ, സെൻട്രല്ല, എങ്ങനെ പല പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പേരുകളും കൂടെ മനസ്സിലാവുകയുള്ളൂ. അപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഓരോ പാക്കറ്റിനകത്തും കണ്ടില്ലേ കുറേ വെറൈറ്റികൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞു ഒരു കേടും ഇല്ലാതാണ് ഇത് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. നല്ലതുപോലെ പാക്ക് ചെയ്തിട്ട് നല്ലൊരു ബോക്സിനകത്തൊക്കെ ആക്കിയിട്ടാണ് നമുക്കിത് അയച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രീസയെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. തുടക്കം മുതലേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മാത്രമാണ് പുള്ളിക്കാരത്തി കൃഷിയിലോട്ടൊക്കെ വന്നത്. അതിനൊന്നും അറിയത്തില്ലായിരുന്നു. ഈ കൃഷിയുടെ ABCD പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ കൃഷിയൊക്കെ ചെയ്തിട്ട്, അതും ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ വാടക വീടിൻ്റെ ടെറസിലാണ് കൃഷി ചെയ്തിട്ട് എനിക്ക് എല്ലാ വിത്തുകളും പുള്ളിക്കാരത്തി അയച്ചു തരാറുണ്ട്. നല്ല വിത്തുകൾ അയച്ചു തരാറുണ്ട്. ഇപ്പം ട്രീസ എന്നുണ്ടെങ്കിൽ 3 കുഞ്ഞു മക്കളെയും കൊണ്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. കൃഷിയോടൊപ്പം തന്നെ ഇതുപോലെ ഇപ്പം 10 മണി ചെടികളും കളക്ട് ചെയ്തിട്ട് നടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ടെറസിലൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിലും വാടക വീട്ടിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ വസ്തുക്കളില്ലാന്നുണ്ടെങ്കിലും അത് നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ട്രീസയുടെ ഈ പരിശ്രമത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്ത പാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, പല വെറൈറ്റികളാണ് ഇരിക്കുന്നത്. ഇപ്പം ഒരേ ടൈപ്പിന് ഇപ്പം സെൻട്രല്ലയുടെ തന്നെ പല ടൈപ്പ് കളറാണ് ഇതിനകത്തിരിക്കുന്നത്. കണ്ടോ, എൻ്റെ ദൈവമേ, ഞാനിതെല്ലാം കൂടി ഇനി എങ്ങനെ കുഴിച്ചിടുക. അപ്പോൾ ഇനി പറമ്പിലൊക്കെ കുഴിയെടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കണം. 10 മണിയുടെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നും എങ്ങനെ അതിൻ്റെ പരിചരണമെന്നൊക്കെ നമ്മൾ നേരത്തെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 2-3 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ 10 മണി പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. 2-3 കളർ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മുടെ മുറ്റത്ത് അതിങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഒരു 10-70 കളറൊക്കെ ആകുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം എനിക്ക് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ ഇതൊരു 2-3 ദിവസത്തെ പണിയെങ്കിലും ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ നടണമെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത പാക്കറ്റ് നമുക്ക് തുറന്ന് നോക്കാമേ. അതിലും ഉണ്ട് കുറേ ട്രീസ്. ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത് എപ്പോഴാണോ ഇത്രയും കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വിട്ടേന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയങ്കര അതിശയം തന്നെയാണ് കേട്ടോ. അത് 3 മക്കളെന്ന് പറഞ്ഞാൽ 2 പേർക്ക് 6 വയസ്സ്, ഇളയതിന് 3 വയസ്സോ 2 വയസ്സോ അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അതിനെ വെച്ചിട്ടാണ് ഇത്രയും പരിപാടികളൊക്കെ ട്രീസ ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ കട്ടിങ്സ് വേറെ ഉണ്ട്. ഇതൊന്നും മാറി പോകാതെ ഇതെല്ലാം ഒരേ വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ. ഒരേ വെറൈറ്റി പെട്ടത് തന്നെ പല കളറുകളാണ് ഇതിനെ. കണ്ടല്ലോ, അതും ഉണ്ട് ഒരു 10 എണ്ണത്തോളം.
ഞാൻ ട്രീസെ നമിച്ചിരിക്കുന്നു. കാരണം ഇത്രയും സമയമൊക്കെ എടുത്ത് ഇത് പാക്ക് ചെയ്ത് ഇത്ര മനസ്സോടെ സന്തോഷത്തോടെ നമുക്ക് അയച്ചു തന്ന ട്രീസയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് നട്ടുപിടിപ്പിച്ചിട്ട് ഒരു 1.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാനൊന്ന് കാണിക്കാം. ഇതെന്തൊക്കെ പൂക്കളാണെന്നൊക്കെ അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ പൂക്കളാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം ഒന്ന് കിളിച്ച് വന്നിട്ട് നിങ്ങളെ ഞാനൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മലയാള മനോരമയുടെ ഏജൻറ്റായ എറണാകുളത്ത് നിന്നും സന്തോഷ് നമുക്ക് കർഷകശ്രീയുടെ മാഗസിൻ നമുക്ക് എല്ലാ മാസവും കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഇവിടെ അയച്ചു തരുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ യഥാസമയം കാണുകയും എല്ലാത്തിനും കമൻറ്റ് ഇടുകയൊക്കെ പുള്ളിക്കാരൻ ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് താങ്ക്സ് സന്തോഷിനും അറിയിക്കുന്നു. അടുത്ത് നമുക്ക് ഒരു ഗിഫ്റ്റും കൂടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പിന്നെ തൃശ്ശൂരിൽ നിന്നും ബീന മനോജ് നമുക്ക് അയച്ചു തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അത് ഞാൻ പൊട്ടിച്ചു ഒക്കെ നോക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അവരുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കും അതിൻ്റെ 2 ഓയിൽ എനിക്ക് അയച്ചു തന്നിരിക്കുന്നു. അപ്പം തലയിൽ തേക്കുന്നതും കയ്യിലും ഒക്കെ മസാജ് ചെയ്യുന്നതുമായ 2 ഓയിലാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ബീന ഈ എണ്ണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബീന പിന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്ന എണ്ണയാണ്. 20 ഐറ്റം വെച്ചിട്ട് ബീന സ്വന്തമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന എണ്ണയാണിത്. എൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് ബീന അയച്ചു തന്നെയാണ്. ഇപ്പോൾ ഇത്രയും പോരാ മുടിയെന്നാണ് ബീന പറയുന്നത്. കുറേയും കൂടെയൊക്കെ മിനിച്ചേച്ചിക്ക് മുടി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് നേരത്തെ ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മുടിയൊക്കെ കൊഴിഞ്ഞു പോയതാണ് എല്ലാം. എന്നാലും ഈ എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഈ എണ്ണയുടെ നല്ലതാണോ അല്ലേന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇത് നമ്മുടെ ബോഡിയിൽ മസാജ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ രണ്ടും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ദായിച്ചു വന്ന ബീനയ്ക്ക് ഒരുപാട് താങ്ക്സ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിഷുക്കൈ നേട്ടത്തിന് നമ്മൾ ഗീവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 വിത്തുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ തടപ്പയറും ഉണ്ടായിരുന്നു, പിന്നെ ഹൈബ്രിഡ് നിത്യവഴുതനയും ഉണ്ടായിരുന്നു. ആ ഹൈബ്രിഡ് നിത്യവഴുതന നമുക്ക് തന്നത് തമിഴ്നാട്ടിൽ നിന്നും മോഹൻകുമാർ ആയിരുന്നു. ഒരു 700 വിത്തുകൾ നമുക്ക് അയച്ചു തന്നിരുന്നു. അതാണ് നമ്മൾ എല്ലാവർക്കും ഇത് കൊടുത്തത്, ഗീവ് അവേ ആയിട്ട് കൊടുത്തത്. അപ്പം നമ്മുടെ മോഹൻകുമാറിനും ഒരുപാട് താങ്ക്സ് ഇതോടൊപ്പം അറിയിക്കുന്നു. ആ വിത്തുകൾ നമ്മൾ 150ഓളം പേർക്ക് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പം എല്ലാവരും നല്ല സൂപ്പർ ഹൈബ്രിഡ് വിത്തുകളാണത്. എല്ലാവരും കിട്ടിയവരെല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഇനം നല്ല നീണ്ട ഹൈബ്രിഡ് നിത്യവഴുതന തന്നെയായിരുന്നു. ഞാനും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിത്തുകളാണ് കേട്ടോ. അത് നിങ്ങൾ 150 പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് നമ്മുടെ ഇന്ന് വിത്തുകൾ കഴിയുകയും ചെയ്തു. അതുപോലെ ഇനി നിങ്ങൾക്ക് ഇതേപോലെ വിത്തുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അയച്ചു തന്നാൽ എനിക്കെന്നല്ല, നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ കൊടുത്ത് വിത്തുകളൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ ഇങ്ങനെ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 10 മണി നട്ടിട്ട് വരാം. അപ്പം നമ്മൾ ടെറസിലാണ് നിൽക്കുന്നത്. ടെറസിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന ഗ്രോ ബാഗുകളെല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന ഗ്രോ ബാഗുകളെല്ലാം അതിൽ നിന്നുള്ള മണ്ണെല്ലാം നമ്മൾ തട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ മണ്ണാണ് നമ്മൾ ഈ 10 മണി ചെടികൾ നടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 2 ചട്ടി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാം അങ്ങ് നിറച്ചാൽ മതി. ഈ ഒരു അനുപാതത്തിൽ അങ്ങ് എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മണി ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതേപോലുള്ള 2 ചട്ടിക്കകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹാങ്ങിങ് പോട്ടാണ് ഇതിപ്പോൾ ഹാങ് ചെയ്തിടുന്നതൊന്നുമില്ല. അപ്പം ടെറസിൽ തന്നെ വെച്ചിട്ട് അങ്ങ് നടാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മൾ വെച്ച് ഈ 10 മണി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് 2 പോട്ടിനകത്ത് നിറയ്ക്കാനുള്ള മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് തട്ടിയിട്ട് മണ്ണായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത വേരുകളൊക്കെ നമ്മൾ എന്ത് വേണം, വേര് കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറക്കി മാറ്റണം. നമുക്ക് 2 ചട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പം കുറേ ചട്ടികൾ നിറയ്ക്കുന്നതിന് നമ്മൾ കുറേ മണ്ണിട്ടിട്ട് അതിന് അനുപാതത്തിലുള്ളതായ വളം എടുത്താൽ മാത്രം മതി. ഈ 2 പോട്ടിനകത്ത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചാണകം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ എൻ്റെ അത്ര ഉണങ്ങിയതല്ല, ഇച്ചിരി പച്ചയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം സൂപ്പർ മീലാണ് ഞാൻ ചേർക്കുന്നത്, അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചകിരിച്ചോറ് ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കൈവശം അതില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വളമാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ ഇല്ല എന്ന് കരുതി നമ്മളത് ഉടനെ തന്നെ തേടി പിടിച്ച് പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിൽ കമ്പോസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇപ്പം സമ്പുഷ്ടീകരിച്ച കോഴിക്കാഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ആട്ടിൻകാഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഏത് വളമാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്ന എല്ലാ വീട്ടിലും കാണും.
അത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഈ കട്ട പിടിച്ച് കിടക്കുന്ന ചാണകമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ വളരെ നന്നായിരിക്കും. പിന്നെ നമുക്കത് നമ്മുടെ പോട്ടിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. പോട്ടിനകത്ത് നിറയ്ക്കുമ്പോൾ ഇതിനകത്ത് ഹോളുണ്ട്. ഈ ഹോളൊക്കെ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറേ നാൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഈ മണ്ണും വെള്ളമായിട്ടൊക്കെ ഈ ഹോളൊക്കെ അങ്ങ് അടഞ്ഞു പോകും. പിന്നെ നമ്മുടെ ചെടി അവിടെ നിന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള ചരലുകൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മണ്ണ് നിറയ്ക്കുക. അപ്പോൾ ഇത്രയും മണ്ണ് നിറച്ചാൽ മതി. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 2 പോട്ടിലേക്കുള്ള മണ്ണായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുക്കാനകത്തോട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ ചെടി നട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 2 പോട്ടിനകത്തായിട്ട് 2 സിൻഡ്രല്ലയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഇത് കണ്ടില്ല, എന്ത് നല്ല സൂപ്പർ കളറാണെന്ന് നോക്കിയാൽ, നല്ല യെല്ലോ കളറ്. ഇത് പിങ്കും നല്ല പർപ്പിൾ കളറുമായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇത് മണ്ണിലോ വലിയ ചട്ടിയിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഗ്രോ ബാഗിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നടാവുന്നതാണിത്. അപ്പം നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഒരു ചെറിയ കുഴി എടുത്തിട്ട്, ഒരുപാട് ആഴത്തിലൊന്നും നടേണ്ട കാര്യമില്ല. എല്ലാം ഇതുപോലെ നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ 50 ചട്ടിയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ 50 ചട്ടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാം ഞാനിങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗും ചട്ടികളും എല്ലാം നമ്മൾ അതിനകത്ത് 10 മണികൾ നട്ട് കഴിഞ്ഞു. എബിനും മെറിനും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ 10 മണിക്കകത്ത് പൂക്കളെല്ലാം നല്ല രീതിയിൽ വിരിയാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ കയ്യിലുള്ളതും കൂടെ ചേർത്ത് ഇപ്പം 100-ൽ പരം നമ്മുടെ 10 മണികൾ ഉണ്ട്. നിങ്ങൾക്ക് 70ഓളം 10 മണി ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ട്രീസയുടെ നമ്പർ ഇവിടെ താഴെ കൊടുത്തേക്കാം. നിങ്ങളത് പിന്നെ കണ്ടിട്ട് ട്രീസയെ വിളിച്ചാൽ ട്രീസ നിങ്ങൾക്ക് ഇതേപോലെ കട്ടിങ്സൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.